ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 9ലെ ഫിസിക്സിലെ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ലെസനാണ്. സോ നമുക്ക് ലെസൺ നോക്കാം. അപ്പോൾ ഗ്രാവിറ്റേഷൻ എന്താണ്? ഗ്രാവിറ്റേഷൻ എന്നറിയോ? നമ്മുടെ ഭൂമിയിൽ ഒരു ടൈപ്പ് ഓഫ് ഫോഴ്സ് ഉണ്ട്. നമ്മൾ പല ടൈപ്പ് ഓഫ് ഫോഴ്സിനെ പറ്റിയും പഠിച്ചിട്ടുണ്ട്. പുതിയൊരു ടൈപ്പ് ഓഫ് ഫോഴ്സാണ് ഗ്രാവിറ്റേഷൻ. ഓക്കെ, ഗ്രാവിറ്റേഷൻ ഒരു ടൈപ്പ് ഓഫ് ഫോഴ്സാണ്. ഓക്കെ, നമ്മൾ പഠിച്ചിരിക്കുന്ന ടൈപ്പ് ഓഫ് ഫോഴ്സസ് ഏതൊക്കെ? പല ടൈപ്പ് ഫോഴ്സസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഒരു ടൈപ്പ് ഓഫ് ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നമ്മുടെ ആകാശത്തിലെ എല്ലാ ഒബ്ജക്ട്സിനെയും ആ ഒരു കറക്റ്റ് പ്ലേസിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയ ഒരു ഫോഴ്സാണ് എന്ത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എർത്തിന് ചുറ്റും സാറ്റലൈറ്റ്സ് കറങ്ങാനും ഒക്കെ വേണ്ട ഒരു ഫോഴ്സാണ് എന്ത്? ഗ്രാവിറ്റേഷൻ. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ലിമിറ്റ് വിട്ട് പോവുകയാണെങ്കിൽ നമ്മളൊന്നും എക്സിസ്റ്റ് ചെയ്ത് ഈ ഭൂമിയിൽ നിൽക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. നമ്മൾ ഗ്രാവിറ്റേഷൻ പഠിക്കുന്നതിന് മുന്നേ കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇഫ് എർത്ത് ക്യാൻ അട്രാക്റ്റ് ആൻ ആപ്പിൾ, വൈ നോട്ട് മൂൺ ഓർ അതർ സെലഷ്യൽ ബോഡീസ്? ഒരു പൊക്കത്തോട്ടിരുന്ന ഒരു ആപ്പിളിന് ഭൂമി താഴോട്ട് വീഴും അല്ലേ? അങ്ങനെയാണെങ്കിൽ ആകാശത്തിരിക്കുന്ന മൂണിനെയും അതേപോലെ ബാക്കിയുള്ള സെലീഷ്യൽ ഒബ്ജക്ട്സിനെയും എന്തുകൊണ്ടാണ് എർത്ത് താഴോട്ട് വലിക്കാത്തത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് മൂൺ ഈസ് അട്രാക്റ്റഡ് ബൈ എർത്ത്, വൈ ഇറ്റ് ഡസ് നോട്ട് ഫാൾ ടുവേർഡ്സ്? മൂൺ എർത്തിനെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത് താഴോട്ട് വീഴാത്തത്? ഓക്കെ, ഇനി വൈ എർത്ത് ഈസ് നോട്ട് മൂവിങ് ടുവേർഡ്സ് ആപ്പിൾ? ആപ്പിൾ ഭൂമിയിലോട്ടാണ് വീഴുന്നത് അല്ലേ? ഭൂമി ആപ്പിളിലോട്ട് എന്താണ് വീഴാത്തത്? ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പേ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഈ ലെസൺ പഠിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ടോപ്പിക്സിൻ്റെയൊക്കെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ സയൻറ്റിസ്റ്റിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ സയൻറ്റിസ്റ്റാണ് സർ ഐസക് ന്യൂട്ടൺ. ന്യൂട്ടനാണ് ഗ്രാവിറ്റേഷൻ കണ്ടുപിടിച്ചത്. അതിനു മുന്നേ ഗലീലിയോ ടെലിസ്കോപ്പും അതും ഒക്കെ കണ്ടുപിടിച്ചു. പക്ഷേ ഗ്രാവിറ്റേഷനെ പറ്റി കണ്ടുപിടിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. എപ്പോഴാണ്? ഒരു ആപ്പിൾ ട്രീയുടെ. There are some questions which came to Newton when he saw an apple falling from the tree. Okay, first question, why does apple fall on earth from a tree? എന്തുകൊണ്ടാണ് ഒരു ആപ്പിൾ എർത്തിലോട്ട് വീണത്? ബിക്കോസ് അതിൻ്റെ റീസൺ ആണ് ബിക്കോസ് എർത്ത് അട്രാക്ട് ഇറ്റ്സ് ടുവേർഡ്സ് ഇറ്റ് സെൽഫ്. അതിനെ അട്രാക്റ്റ് ചെയ്യുന്നത് കൊണ്ട്, ആപ്പിളിനെ അട്രാക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ആപ്പിൾ എർത്തിലോട്ട് വീഴുന്നത്. ക്യാൻ ആപ്പിൾസ് അട്രാക്ട് എർത്ത്? എർത്തിനെ ആപ്പിളിനെ അട്രാക്റ്റ് ചെയ്യാം, തിരിച്ച് ആപ്പിളിന് എർത്തിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ യെസ്, പറ്റും. എപ്പോഴാണ്? ഇറ്റ് ഓൾസോ അട്രാക്ട് എർത്ത് ആസ് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. എവറി ആക്ഷൻ ആസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ബട്ട് ദ മാസ് ഓഫ് എർത്ത് ഈസ് മച്ച് ലാർജർ ദാൻ ആപ്പിൾ. ആപ്പിളിൻ്റെ മാസ് എർത്തിനേലും കൂടിയെങ്കിൽ മാത്രം എന്ത് സംഭവിക്കും? ആപ്പിൾ എർത്തിനെ അട്രാക്റ്റ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് ഇപ്പോൾ എന്ത് എർത്ത് ആപ്പിളിൻ്റെ അടുത്തോട്ടും മൂവ് ചെയ്യാത്തത്. Okay, Newton thus suggested that all objects in the universe attract each other. This force of attraction is called gravitational force. അപ്പോൾ ഇതെല്ലാം ഈ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസർ ന്യൂട്ടൺ കണ്ടുപിടിച്ചപ്പോൾ ന്യൂട്ടൺ എന്ത് പറഞ്ഞു? യൂണിവേഴ്സിലുള്ള എല്ലാ ഒബ്ജക്റ്റും മറ്റൊരു ഒബ്ജക്റ്റിനെ അട്രാക്റ്റ് ചെയ്യും. ഈ അട്രാക്ഷനിലുള്ളൊരു ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, അതാണ് ന്യൂട്ടൺ പറഞ്ഞത്. He conjectured that the nature of force is same where it is on moon or earth. Earth attract all bodies. അപ്പോൾ ഈ ഫോഴ്സിൻ്റെ കേസ് എല്ലായിടത്തും സെയിം ആണ്. അതിപ്പോൾ മൂണിലായിക്കോട്ടെ എർത്തിലായിക്കോട്ടെ എല്ലാ ഒബ്ജക്ട്സിലും ഈ ഫോഴ്സ് സെയിം ആണ്. Now as force is there, then why there is no acceleration? ഫോഴ്സ് ഉണ്ടെങ്കിൽ എന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്. കാരണം എന്താണ്? F is equal to ma ആണ്. നമുക്കറിയാം ഫോഴ്സ് is equal to എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് അല്ലേ? അപ്പോൾ ഫോഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആക്സിലറേഷൻ ക്രിയേറ്റഡ് ആണ്. അതുകൊണ്ട് അപ്പോൾ ഇതിൽ ആക്സിലറേഷൻ ഇല്ലേ? ഇങ്ങനെ ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ ആക്സിലറേഷൻ ഇല്ലേ? where there is acceleration ഉണ്ട്. ആ ആക്സിലറേഷൻ്റെ പേരാണ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊണ്ടുണ്ടാവുന്ന ഒരു ആക്സിലറേഷനാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. എന്താണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്? an object moving in a circle experience centripetal force. It changes the direction of the object every moment. സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർക്കിളിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന് ഉണ്ടാകുന്ന ഫോഴ്സാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. അത് എല്ലാ നേരവും ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതെന്ന്. ഇതൊരു സർക്കുലർ പാത്താണെങ്കിൽ ഇതൊരു ഒബ്ജക്റ്റാണ്. സപ്പോസ് ഒരു സാറ്റലൈറ്റ് ആണെങ്കിൽ ഇതെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എർത്തിന് ചുറ്റും. അങ്ങനെയാണെങ്കിൽ ഈ അകത്തോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഈ സർക്കിളിൻ്റെ സെൻട്രലോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതിവിടെ എത്തുമ്പോൾ വെലോസിറ്റി ഇങ്ങാട്, അപ്പോൾ ആക്സിലറേഷൻ ഉണ്ടല്ലോ. ഇവിടെ എത്തുമ്പോൾ ഡയറക്ഷൻ ഇങ്ങാടാവും, ഇവിടെ എത്തുമ്പോൾ ഇങ്ങാടാവും. അപ്പോൾ ഓരോ തവണ അത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. Okay, these 2 points can explain the movement of plates around sun. Okay, അപ്പോൾ ഇത് കാരണം നമുക്ക് എന്താ പറയുക, എന്തുകൊണ്ടാണ് മൂണിന് എർത്തിന് ചുറ്റും മൂൺ കറങ്ങുന്നത്? ഡ്യൂ ടു സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഓക്കെ, എർത്ത് ഈസ് ഓൾസോ അട്രാക്ട് ടുവേർഡ്സ് ദ ആപ്പിൾ ബൈ ദ സെയിം ഫോഴ്സ്. ആപ്പിളിനെ എർത്തിലോട്ട് വലിച്ചതും ഈ സെയിം ഫോഴ്സ് തന്നെയാണ്. ഏത് ഫോഴ്സാണ്? സെൻട്രിപിറ്റൽ ഫോഴ്സ് തന്നെയാണ്. ഓക്കെ, ആ കാരണം വെച്ചിട്ട് ന്യൂട്ടൺ കണ്ടുപിടിച്ച ലോ ആണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ് യൂണിവേഴ്സൽ ലോ, ലോകമെങ്ങും യൂണിവേഴ്സ് മൊത്തമുള്ളൊരു ഫോഴ്സാണ് എന്ത്? യൂണിവേഴ്സൽ ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇറ്റ് ഈസ് അപ്ലൈ ടു ഓൾ ബോഡി, എല്ലാ ബോഡീനോടും അപ്ലൈ ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താണ് പറയുന്നത്? ഓൾ ഒബ്ജക്റ്റ് അട്രാക്ട് അതർ ഒബ്ജക്ട്സ്. എല്ലാ ഒബ്ജക്റ്റും മറ്റേ ഒബ്ജക്റ്റിനെ അട്രാക്ട് ചെയ്യും. ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് പ്രൊപ്പോർഷൻ ടു സം ഓഫ് ദെയർ മാസസ്. അവരുടെ ഫോഴ്സ് എപ്പോഴും 2 മാസസിൻ്റെ സമ്മും അതേപോലെ തന്നെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അവരുടെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസുമാണ്. ദ ഫോഴ്സ് അലോങ് ദ ലൈൻ ജോയിനിങ് ദ സെൻറ്റർ ഓഫ് 2 ഒബ്ജക്ട്സ്. ഇടയ്ക്ക് ഉള്ള ആ ഡിസ്റ്റൻസും. ഓക്കെ, അപ്പോൾ ഇതാണ് 2 ഫോഴ്സ്, M1 M2 2 ഫോഴ്സ്. ഇത് F1 ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു, F2 ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു. ഇത് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് R ആണെങ്കിൽ F1 F2 ഈസ് ഈക്വൽ ടു GM1 × M2/R². ജിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. G ഈസ് ഈക്വൽ ടു 6.6742 × 10⁻11 m³ Kg⁻1 s⁻². ഇതിൻ്റെ റിവിഷൻ നിങ്ങൾ പഠിക്കണം. ഓക്കെ, എന്താണ് യൂണിവേഴ്സൽ ലോൻ്റെ ഇമ്പോർട്ടൻസ്? എന്തുകൊണ്ടാണ് അത്? നമ്മുടെ ചുറ്റുമുള്ള പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ദ ഫോഴ്സ് ദാറ്റ് ബൈൻഡ്സ് ഓൺ ദ എർത്ത്, നമ്മൾ ഈ ഭൂമിയിൽ പിടിച്ചു നിർത്തുന്ന ആ ഫോഴ്സാണ്. അതേപോലെ മൂണിൻ്റെ റൊട്ടേഷൻ, പ്ലാനറ്റ്സിൻ്റെ റൊട്ടേഷൻ, അതേപോലെ തന്നെ ടൈഡുകൾ എല്ലാം സംഭവിക്കുന്നത് ഈ ഒരു ലോയിൻ്റെ പുറത്താണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. എക്സാമ്പിൾ 10.1 നമ്മുടെ ടെക്സ്റ്റിലുള്ളതാണ്. ദ മാസ് ഓഫ് എർത്ത് ഇസ് 6 × 10⁻⁻4 kg ആൻഡ് ദ മൂൺ ഇസ് 7.4 × 10⁻22 kg. The distance between the earth and the moon is 3.84 into 10⁵ kilometer. Calculate the force exerted by the earth on the moon where G is equal to 6.7 into 10⁻11 Nm² Kg⁻². അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണ്? നമുക്ക് വേണ്ടത് മാസ് ഓഫ് ദ എർത്ത്. മാസ് ഓഫ് ദ എർത്ത് 6 × 10⁻27 കൊടുത്തിട്ടുണ്ട്. മാസ് ഓഫ് മൂൺ തന്നിട്ടുണ്ട്, അത് 7.4 ഇൻറ്റു. ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത് എന്തിലാണ്? കിലോമീറ്ററിലാണ്. ബാക്കി നമ്മുടെ ഇവിടുത്തെ യൂണിറ്റ് മീറ്ററാണ്. സോ കിലോമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ 3.84 × 10⁸ മീറ്റർ കിട്ടി. ജീൻ്റെ വാല്യൂ നമുക്ക് കോൺസ്റ്റൻ്റ് ആണ്. ഈ ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 2.01 × 10⁻20 ന്യൂട്ടൺ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം യൂണിറ്റുകൾ, ഇവിടെ കിലോമീറ്ററാണ്, മീറ്ററിലോട്ട് ആക്കണം. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ലെങ്കിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വെച്ചാൽ മതി. ഇനി ക്വസ്റ്റ്യൻസ് ആണ് ടെക്സ്റ്റ് ബുക്കിലുള്ള. സ്റ്റേറ്റ് ദ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. എന്താണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ? സ്റ്റേറ്റ് ദാറ്റ് എവറി ഒബ്ജക്റ്റ് അട്രാക്ട് എവറി other object called the gravitational force. The force acting between 2 forces directly proportional to the product of their masses and inversely proportional to square of the distance between their centers. The mass of 2 objects of mass m1 m2, distance d ആണ്, force f ആണെങ്കിൽ G is equal to m1 m2 by d square. G is equal to a universal
universal constant, which is g is equal to 6.67 into 10 raised to minus 5 ഇട്ടിട്ടില്ല, അത് ജസ്റ്റ് ഇട്ടിട്ട് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ kg raised to -2. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Write the formula to find the magnitude of gravitational force between earth and the other object on the surface. Okay, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ മാസ് ഓഫ് ദ എർത്ത് എം ആയിട്ട് എടുക്കുക, ഒബ്ജക്റ്റിൻ്റെ മാസ് സ്മോൾ എം, റേഡിയസ് ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു ജി എം ഇൻറ്റു എം ഇ, പ്രൊഡക്റ്റ് ആണല്ലോ, ഡിവൈഡഡ് ബൈ അവരുടെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഫസ്റ്റ് പോർഷൻ. ആ പോർഷനിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ സ്മോൾ ജി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണെന്ന് നോക്കാം. അതിനെപ്പറ്റിയുള്ള പ്രോബ്ലംസൊക്കെ ചെയ്യും, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ പോർഷനിൽ നിന്ന് മെയിനായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, അതിൻ്റെ ഡെറിവേഷൻ, പിന്നെ പ്രോബ്ലംസ്. ഇത്രയാണ് ഈ ടോപ്പിക്കിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ താങ്ക് യു.